ഹലോ സുഹൃത്തുക്കളെ, കൊല്ലം സുധിയുടെ വിയോഗത്തിന് ശേഷം മലയാളികൾ നെഞ്ചിലേറ്റിയ കുടുംബമാണ് അദ്ദേഹത്തിൻ്റേത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സുധിയുടെ ഭാര്യ രേണുവിൻ്റെയും മൂത്ത മകൻ കിച്ചുവും തമ്മിലുള്ള അകൽച്ചയെക്കുറിച്ചാണ്. ഇതിനോടകം തന്നെ ഇരുവരും തങ്ങളുടെ ഭാഗം വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രണ്ടു ചേരിയായി തിരിഞ്ഞ് ഒരാളെ അനുകൂലിച്ചും മറ്റൊരാളെ കുറ്റപ്പെടുത്തിയുമാണ് സംസാരിക്കുന്നത്. ചിലർ കിച്ചുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ മറ്റു ചിലർ രേണുവിനെയാണ് പിന്തുണക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ശരി? കിച്ചുവിൻ്റെ ഭാഗമാണോ അതോ രേണുവിൻ്റെ ഭാഗമാണോ കൂടുതൽ ന്യായമുള്ളത്? നമുക്ക് ഇന്ന് നിഷ്പക്ഷമായി ഒന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് കിച്ചുവിൻ്റെ ഭാഗം നോക്കാം. കിച്ചുവിനെ പിന്തുണക്കുന്നവർ പറയുന്ന പ്രധാന കാര്യം അവൻ ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനായ ഒരു യുവാവാണ് എന്നാണ്. സുധിച്ചേട്ടൻ്റെ വിയോഗത്തിന് ശേഷം മാനസികമായി ഒരുപാട് തളർന്ന കിച്ചുവിന് സ്വന്തമായി ഒരു വരുമാനവും ഐഡൻറ്റിറ്റിയും വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ വീട്ടിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ നിന്നും വഴക്കിടാനോ പ്രശ്നങ്ങൾ വഷളാക്കാനോ കിച്ചു നിന്നില്ല. പകരം മാന്യമായി മാറി താമസിക്കാനും സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി മുന്നോട്ടു പോകാനുമാണ് അവൻ ശ്രമിച്ചത്. അമ്മയെക്കുറിച്ച് മോശമായി ഒരക്ഷരം പോലും കിച്ചു എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു മകനെന്ന നിലയിൽ തൻ്റെ സ്വപ്നങ്ങൾക്കു വേണ്ടി മാറി നിൽക്കാൻ കിച്ചുവിന് അവകാശമുണ്ട് എന്നാണ് കിച്ചുവിനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത്. ഇനി നമുക്ക് രേണുവിൻ്റെ ഭാഗത്തേക്ക് വരാം. രേണുവിനെ പിന്തുണക്കുന്നവർക്ക് പറയാനുള്ളത് ഒരമ്മയുടെ സങ്കടമാണ്. സുധിച്ചേട്ടൻ മരിക്കുമ്പോൾ കിച്ചുവിന് അമ്മയില്ലാത്ത കുറവ് അറിയിക്കാതെ നോക്കിയത് രേണുവാണ്. സ്വന്തം മകനെ പോലെയാണ് രേണു കിച്ചുവിനെ വളർത്തിയത്. പെട്ടെന്നൊരു ദിവസം മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഏതൊരു അമ്മക്കും ഉണ്ടാകുന്ന സങ്കടവും ആശങ്കയും രേണുവിനുമുണ്ട്. സുധിച്ചേട്ടൻ ഇല്ലാത്ത ആ വീട്ടിൽ 2 മക്കളെയും വളർത്താനും പുതിയ വീടിൻ്റെ കടങ്ങൾ വീട്ടാനും രേണു ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ മൂത്ത മകൻ കൂടെയുണ്ടാകേണ്ട സമയത്ത് മാറി നിൽക്കുന്നത് ഒരമ്മക്കും താങ്ങാൻ കഴിയില്ലായിരിക്കാം. ചില ബാഹ്യശക്തികളുടെ ഇടപെടൽ കാരണമാണ് കിച്ചു മാറിയത് എന്ന് രേണുവിൻ്റെ സംശയത്തിലും അവരുടെ ആകുലതകൾ കാണാം. അപ്പോൾ ആരാണ് ശരി? കിച്ചുവാണോ രേണുവാണോ? യഥാർത്ഥത്തിൽ ഇവിടെ ആരും പൂർണ്ണമായി തെറ്റുകാരല്ല. ഇതൊരു അമ്മയും മകനും തമ്മിലുള്ള വൈകാരികമായ അകൽച്ച മാത്രമാണ്. കിച്ചുവിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ തൻ്റെ വളർച്ചയ്ക്കും സമാധാനത്തിനും വേണ്ടി അവൻ എടുത്ത തീരുമാനം അവൻ്റെ പ്രായത്തിൽ ന്യായമായിരിക്കാം. എന്നാൽ രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ സുധിച്ചേട്ടൻ്റെ ഒരേയൊരു ഓർമ്മയായ മൂത്ത മകൻ തണലായി കൂടെയുണ്ടാകണം എന്ന് ആഗ്രഹിച്ചതിലും തെറ്റില്ല. ഒരു കുടുംബമാകുമ്പോൾ ഇങ്ങനെയുള്ള ഈഗോ പ്രശ്നങ്ങളും ആശയവിനിമയത്തിലെ കുറവുകളും സ്വാഭാവികമാണ്. എന്നാൽ ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് സോഷ്യൽ മീഡിയയിലെ ചില അനാവശ്യ ചർച്ചകളും ചില തംബ്നെയിലുകളുമാണ്. നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് സുധിച്ചേട്ടൻ്റെ കുടുംബം തകരണം എന്ന് നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. കിച്ചുവിനും രേണുവിനും ഇടയിലുള്ള ചെറിയൊരു പിണക്കം മാത്രമാണിത്. മൂന്നാമതൊരാൾ ഇടപെട്ട് തീർക്കേണ്ട പ്രശ്നമല്ല ഇത്. അവർ 2 പേരും സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ. കിച്ചു വീണ്ടും ആ അമ്മയുടെയും അനിയന്മാരുടെയും അടുത്തേക്ക് സന്തോഷത്തോടെ തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? കിച്ചുവിൻ്റെ ഭാഗമാണോ അതോ രേണുവിൻ്റെ ഭാഗമാണോ ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.